എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ കേക്കിൻ്റെ ചെയ്യുന്നതെന്ന് നിങ്ങൾ ശരിക്കും മിസ് ചെയ്യാതെ ഇത് കണ്ടു നോക്കണം. ഇതിൻ്റെ ലെയറിലാണ് ഇതിൻ്റെ കാര്യം ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം. വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ കേക്കിൻ്റെ ബേസ് ഇവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ പല പ്രാവശ്യം ഇട്ടതായതുകൊണ്ട് കേക്കിൻ്റെ ബേസ് കാണിക്കുന്നില്ല. അതിൻ്റെ ലെയറിൽ കൊടുക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സാണ്. ഇത് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. തീരെ പൊടിയായിട്ടുള്ളതല്ല, കുറച്ച് വലിപ്പത്തിലുള്ള അങ്ങനത്തെ ടൈപ്പിലുള്ളത് വേണം നമ്മൾ ഇതിനായിട്ട് തിരഞ്ഞെടുക്കാൻ. ഇനി അതില്ലെങ്കിൽ ഇത് മറ്റേതാണെങ്കിലും മതി, കുഴപ്പമില്ല. അതിനകത്തേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്ത ബദാം സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കണം. റോസ്റ്റ് ചെയ്തതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്ലൈസ് ചെയ്യാനും കിട്ടും. അല്ലാതെ നമുക്കിങ്ങനെ ആൽമണ്ട് ഫ്ലേക്സ് മേടിക്കാൻ കിട്ടും, പക്ഷെ അതിലും കുറച്ചുകൂടെ ടേസ്റ്റ് ഇത് തന്നെയാണ്. അതൊന്ന് നമ്മൾക്ക് മിക്സ് ചെയ്യാം. ഈ കേക്കിൻ്റെ ലെയർ സെറ്റ് ചെയ്യാനുള്ളതാണ് ഇത്. അതിനകത്തേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണം. ചോക്ലേറ്റിൻ്റെ കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇച്ചിരി മധുരത്തിലൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ വനില കേക്കിലും നമുക്കിത് തന്നെ ചെയ്യാം കേട്ടോ. ബേസ് വനില കേക്കിൻ്റെ അതും കുറച്ച് എല്ലാവർക്കും ഇഷ്ടം. ഈ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വനിലയുടെ ബേസ് വെച്ച് നമുക്ക് ചെയ്യാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡൊക്കെ എത്ര ഒഴിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളുക. കാരണം മധുരം കൂടി പോകണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒഴിക്കേണ്ട. പക്ഷേ ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഒഴിച്ച് കൊടുത്ത് ചെയ്യാവുന്നതാണേ. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്യണം. ആൽമണ്ട് പീസും കോക്കനട്ടും മിൽക്ക് മെയ്ഡും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഈ ഒരു ഫ്ലേവറിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് കഴിച്ചു നോക്കണം. അപ്പോഴേ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാകത്തുള്ളൂ എത്ര ടേസ്റ്റിയാണെന്നുള്ളത്. ഞാൻ പറയുന്നതിലും കാണിക്കുന്നതിലൊക്കെ എത്രയോ നല്ലതാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമുക്ക് ആ ലെയറിനുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട് മിക്സ്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. ആദ്യം ഷുഗർ സിറപ്പും കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്യണം കേക്കിൻ്റെ ലെയർ. ഞാനിവിടെ ക്രീം അടിച്ചു വെച്ചിട്ടുണ്ട്. വൈറ്റ് വിപ്പിംഗ് ക്രീമാണ്. അതിനകത്തേക്ക് കുറച്ച് കാരമൽ സോസും കൂടെ ചേർത്തിട്ടാണ്, അതുകൊണ്ടാണ് കളർ ഒരു പ്യുവർ വൈറ്റ് അല്ലാത്തത്. ക്രീം ഇട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് നമ്മുടെ ബദാമും കോക്കനട്ടും പിന്നെ മിൽക്ക് മെയ്ഡും കൂടെ ചേർന്ന മിക്സ് ഇട്ട് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ലെയർ വെക്കുമ്പോൾ കേക്ക് തെന്നിപ്പോരും. അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്താൽ ക്രീമിനുള്ളിലേക്ക് നമ്മുടെ മിക്സ് ഒന്ന് പറ്റി പിടിച്ച് വരണേ. അതിന് ശേഷം വേണം നമുക്ക് കുറച്ചും കൂടെ മിൽക്ക് മെയ്ഡ് അതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഇതും കൂടെ ചേർത്താൽ നല്ല എമ്മി കേക്കായിരിക്കും. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സൂപ്പറാണ്. മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. 2 ലെയറേ ഞാൻ കേക്ക് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് 3 ലെയർ ചെയ്യണമെങ്കിൽ ഈ ലെയറിലും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഞാനിവിടെ 2 ലെയറിലാണ് ചെയ്യുന്നത്. ക്രീമിട്ട് നന്നായിട്ട് ഐസിങ് ചെയ്ത് സ്ക്വയർ ഷേപ്പിലാണ് ഇന്നത്തെ കേക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പം കേക്കെല്ലാം ഐസിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാവണം. അതിന് ശേഷം നമുക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഒഴിച്ചു കൊടുക്കണം. ചോക്ലേറ്റ് ഗനാഷൊക്കെ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണിപ്പോൾ. അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തണുക്കാൻ മാറ്റി വെക്കണം. ഇത് ഒരു ചോക്ലേറ്റിൻ്റെ സൈഡിൽ, കേക്കിൻ്റെ സൈഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് റെഡിയാക്കിയതാണ് നമ്മുടെ വാച്ച് ഷീറ്റിൽ. അത് 4 സൈഡിലും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. റൗണ്ട് കേക്കിലാണെങ്കിലും നമുക്കിങ്ങനെ ചെയ്യാം.
ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അപ്പം തന്നെ ആ പ്ലാസ്റ്റിക് പേപ്പർ റിമൂവ് ചെയ്യരുത്. കുറച്ച് സമയം ഫ്രിഡ്ജിലിരുന്നതിന് ശേഷം തണുത്ത് ആ ചോക്ലേറ്റ് ആ കേക്കിലേക്ക് പിടിച്ച് കഴിഞ്ഞതിന് ശേഷമേ നമ്മളത് പൊളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പൊളിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പൊളിച്ചെടുക്കാം. നല്ല ഭംഗിയിലിരിക്കുകയും ചെയ്യും. ഇത് വൈറ്റ് ചോക്ലേറ്റിൽ കളർ കൊടുത്ത് വൈറ്റ് ചോക്ലേറ്റും കൂടെ മെൽറ്റ് ചെയ്തതാണ് ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പീസ് തന്നെ കേക്കിൻ്റെ ടോപ്പിലും വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen Malabar.